ഫോണിൻ്റെ സ്റ്റോറേജ് നിറയുകയും ഫോണിൽ ഒരു വീഡിയോ പോലും കാണാൻ മേലാത്ത അവസ്ഥയും അതുപോലെ ഡിസ്പ്ലേ അനങ്ങാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതൊന്നുമല്ല കാരണം, ഫോണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വലിയൊരു പ്രോബ്ലമാണ്. അത് നമുക്ക് ഇപ്പോൾ തന്നെ ഓഫാക്കാം. ഫോണിൻ്റെ സ്പീഡും വർദ്ധിക്കും. ഇതോടെ ബാറ്ററി ചാർജിൻ്റെ പ്രോബ്ലവും നിങ്ങൾക്ക് തീരുന്നതായിരിക്കും. ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നിങ്ങൾ ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നാൽ നമുക്ക് വിശദമായ ഈ വീഡിയോ സെറ്റിങ്സിലേക്ക് പോകാം. കൂട്ടുകാരുടെ ഫോണാണേലും ലാപ്ടോപ്പ് ആണേലും അത് ഓപ്പൺ ചെയ്യുക. അതോടെ ആപ്ലിക്കേഷനെല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും. അവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നേരെ താഴോട്ട് വരിക. അവിടെ എബൌട്ട് ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാം. അവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. കേണൽ വെർഷന് നേരെ താഴെയായി ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില ഫോണുകളിൽ കേണൽ വെർഷൻ എന്ന് മാത്രമേ കാണുകയുള്ളൂ. ബിൽഡ് നമ്പർ എന്നുള്ളിടത്ത് ഒരു 7 പ്രാവശ്യം വിരൽ കൊണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ചില ഫോണുകളിൽ 3 പ്രാവശ്യം ചെയ്താൽ മതി. അതിനുശേഷം തിരിച്ചു വരിക. സെറ്റിങ്സിൻ്റെ നേരെ താഴോട്ട് വരിക. അപ്പോൾ അവിടെ എബൌട്ട് ഫോൺ എന്ന് കാണും. അതിൻ്റെ നേരെ അടിയിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ഇനി അത് അവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് എവിടെയാണെന്ന് പറഞ്ഞു തരാം. അവിടെ സെറ്റിങ്സ് കണ്ടോ, അവിടെ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് വന്നതായി കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതവിടെ ഇങ്ങനെ ഓൺ ആയി കിടക്കണം. ഇത് നമ്മൾ പുതിയതായി ആഡ് ചെയ്യുമ്പോൾ ഇതിവിടെ ഓഫായാണ് കിടക്കുന്നത്. ഇതൊന്ന് ഓണാക്കി കൊടുക്കണം. അതിനുശേഷം നേരെ താഴോട്ട് വരിക. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെയുള്ള റണ്ണിങ് സർവീസ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ റണ്ണ് ചെയ്യുന്ന എല്ലാ സർവീസുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റണ്ണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോ ആകുന്നതും മറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഓരോ ആപ്പിലും നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നിങ്ങളുടെ ഫോണിൽ നല്ല സ്പീഡും സ്റ്റോറേജും ലഭിക്കുകയും ചെയ്യും.